നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ നിതിൻ. പ്രധാന വാർത്തകൾ. റോഡ് കെട്ടിയച്ച് CPM സമ്മേളനം, നേതാക്കൾ ഹാജരാകണമെന്ന് ഹൈക്കോടതി. ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതികരണവുമായി വനം മന്ത്രി AK ശശീന്ദ്രൻ. ക്ഷേത്രാചാരങ്ങൾക്ക് സർക്കാർ എതിരല്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 6 ആയി. മുഖ്യമന്ത്രി സ്ഥാനത്തിനും നേതൃനിരയിൽ സ്ഥാനമുറപ്പിക്കാനുള്ള കിടമത്സരത്തെ വിമർശിച്ച് AK ആന്റണി. വയനാട് DCCയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് അന്വേഷിക്കുമെന്ന് VD സതീശൻ. വാർത്തകൾ വിശദമായി. റോഡ് കെട്ടിയച്ച് CPM സമ്മേളനം, നേതാക്കൾ ഹാജരാകണമെന്ന് ഹൈക്കോടതി. തിരുവനന്തപുരം വഞ്ചിയൂരിൽ റോഡ് കെട്ടിയടച്ച് CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ റോഡ് കെട്ടിയടച്ച് CPIയുടെ സംഘടനയായ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിലും നേതാക്കൾ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. കോടതിയലക്ഷ്യ ഹർജിയിലാണ് നേതാക്കളോട് നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. വഞ്ചിയൂരിൽ CPM ഏരിയ സമ്മേളനം നടത്തിയ സംഭവത്തിൽ MV ഗോവിന്ദൻ, കടകംപള്ളി സുരേന്ദ്രൻ, M വിജയകുമാർ, VK പ്രശാന്ത് അടക്കമുള്ള നേതാക്കൾ നേരിട്ട് ഹാജരാകാനാണ് നിർദ്ദേശം. വഴിയടച്ച് സെക്രട്ടേറിയറ്റിൽ ജോയിന്റ് കൗൺസിൽ നടത്തിയ സമരത്തിലെ കോടതിയലക്ഷ്യ ഹർജിയിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കമുള്ളവർ നേരിട്ട് ഹാജരാകണമെന്നും നിർദ്ദേശമുണ്ട്. ഫെബ്രുവരി 10-നാണ് നേതാക്കൾ ഹാജരാകേണ്ടത്. വഞ്ചിയൂരിലേത് പ്രതിഷേധത്തിന്റെ ഭാഗം പോലും ആയിരുന്നില്ലെന്നും സാധാരണ ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന പരിപാടിയായിരുന്നുവെന്നും കോടതി വിമർശിച്ചു. എല്ലാ ദിവസവും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുകയാണെന്നും ചെറുതായി കാണാനാകില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. കൊച്ചി കോർപ്പറേഷന് മുന്നിൽ DCC നടത്തിയ സമരവുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനോടും TJ വിനോദ് MLAയോടും അന്നേ ദിവസം ഹാജരാകാൻ കോടതി ഉത്തരവിട്ടു. ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ. നടി ഹണി റോസ് നൽകിയ ലൈംഗിക അധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി തള്ളി കോടതി. 14 ദിവസത്തേക്ക് ബോബിയെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ബോബിയുടെ ജാമ്യ ഹർജി തള്ളിയത്. വിധി പുറപ്പെടുവിച്ചതിന് പിന്നാലെ ബോബി ചെമ്മണ്ണൂർ കോടതി മുറിയിൽ തലകറങ്ങി വീണു. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതികരണവുമായി വനം മന്ത്രി AK ശശീന്ദ്രൻ. വയനാട് പുൽപ്പള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കർണാടകയിലെ കുട്ട സ്വദേശിയായ യുവാവ് മരിച്ചതടക്കമുള്ള വന്യജീവി ആക്രമണങ്ങളിൽ പ്രതികരണവുമായി വനമന്ത്രി AK ശശീന്ദ്രൻ. ഈ അപകടങ്ങൾ നടക്കുന്നത് ഉൾവനത്തിലാണെന്നും ഇത്തരം സാഹചര്യം ഒഴിവാക്കാൻ ബോധവൽക്കരണം വേണമെന്നും മന്ത്രി പറഞ്ഞു. പുൽപ്പള്ളി ഭാഗത്ത് കൊല്ലിവയൽ കോളനിയിലെത്തിയ വിഷ്ണുവാണ് കാട്ടാനാക്രമണത്തിൽ മരിച്ചത്. കഴിഞ്ഞ ദിവസം പാതിരി റിസർവ് വനത്തിൽ പൊള്ളന്ന കൊല്ലിവയൽ ഭാഗത്ത് വെച്ചായിരുന്നു സംഭവം. വിഷ്ണു റിസർവ് വനത്തിലൂടെ കബനി നദി കടന്ന് കർണാടകയിലേക്ക് പോകുന്ന വഴിക്കായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. വയനാട്ടിലും നിലമ്പൂരിലും വന്യജീവി ആക്രമണം നടന്നത് ഉൾവനത്തിലാണ്. അതുകൊണ്ട് തന്നെ വനത്തിനുള്ളിൽ ആളുകൾ പ്രവേശിക്കുന്നത് തടയാൻ ബോധവൽക്കരണം വേണം. വനഭേദഗതി നിയമം നിലവിലെ വ്യവസ്ഥകൾ ലഘൂകരിക്കുകയാണ് ചെയ്യുന്നത്. ഭേദഗതി നിയമത്തിലെ ഉള്ളടക്കം ചർച്ചയാകുന്നില്ലെന്നത് ഖേദകരമാണ്. ഫോറസ്റ്റ് വാച്ചർമാരെ അടക്കം ഉൾപ്പെടുത്തി അടിയന്തര ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കും. പലപ്പോഴും വനം വകുപ്പിനെതിരെ കടന്നാക്രമണം നടക്കുന്നുണ്ട്. എന്നാൽ ചില വസ്തുതകൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പല മരണങ്ങളും കാട്ടിനുള്ളിലാണ് സംഭവിക്കുന്നത്. അതുപോലും ആഘോഷിക്കപ്പെടുന്നു. വനനിയമത്തിൽ പരിഷ്കാരം വേണമെന്നാണ് സർക്കാരിന്റെ അഭിപ്രായം. വനനിയമ ഭേദഗതി നടപ്പിലായില്ലെങ്കിൽ നിലവിലെ നിയമം തുടരുമെന്നാണ് അർത്ഥം. കേരള കോൺഗ്രസിന്റെ ആശങ്ക മുഖ്യമന്ത്രിയോട് പറഞ്ഞിട്ടുണ്ട്. അവരുടെ മുൻ നിലപാടിൽ മാറ്റമുണ്ടെന്നാണ് കരുതുന്നത്. അവരുടെ ആശങ്ക പരിഗണിക്കേണ്ട സമയത്ത് പരിഗണിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഈ വിഷയത്തിൽ നിയമസഭയിൽ മാത്രമേ ഇനി ചർച്ച നടക്കൂ. അല്ലെങ്കിൽ ബിൽ പൂർണ്ണമായി പിൻവലിക്കേണ്ടി വരും. ഒരു പിടിവാശിയും ബില്ലിലില്ല. കർഷക സംഘടനകൾ പാവപ്പെട്ടവരെ തെറ്റിദ്ധരിപ്പിക്കരുത്. മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയിൽ തനിക്ക് തൃപ്തിയുണ്ട്. ഭേദഗതി മുഖ്യമന്ത്രി വേണ്ടെന്ന് പറഞ്ഞാൽ അത് വേണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ക്ഷേത്രാചാരങ്ങൾക്ക് സർക്കാർ എതിരല്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ക്ഷേത്രാചാരങ്ങൾക്ക് സർക്കാർ എതിരല്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ പറഞ്ഞു. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ നടപ്പുര ഗോപുര സമർപ്പണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പറയെടുപ്പും കുതിരയോട്ടവും എല്ലാം സൂചിപ്പിക്കുകയുണ്ടായി. തികഞ്ഞ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നടക്കുന്ന ആ ഉത്സവം ജനകീയമാണ്. ഒരു നാടിൻ്റെ ദേശീയ ഉത്സവമായിട്ടാണ് അത് വരിക. അത് തുടർന്നും മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്നാണ് ഈ സന്ദർഭത്തിൽ ദേവസ്വം വകുപ്പിന് വേണ്ടി എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ഈ രംഗത്തിൽ നിന്നുകൂടെ അഭ്യർത്ഥിക്കാനുള്ളത് സമർപ്പണത്തിൻ്റെ സദസ്സാണ്. ഈ ക്ഷേത്രവും അതിൻ്റെ ഐതിഹ്യവും അതിൻ്റെ ഭൂതകാലവും വർത്തമാനകാലവും ഭാവിയും സംബന്ധിച്ച സവിസ്തരമായ ഉള്ളടക്കം ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. അത്തരം കാര്യങ്ങളെല്ലാം
എന്നേക്കാൾ നന്നായി ഭക്തജനങ്ങൾക്കും അറിയാം. മനോഹരമായ ഒരു നടപ്പുരയും ഗോപുരവും ഇവിടെ സാധ്യമാക്കണമെന്ന ഭക്തജനങ്ങളുടെ ചിരകാലാഭിലാഷം സാക്ഷാത്കരിക്കപ്പെടാൻ നേതൃത്വപരമായ പങ്കുവഹിച്ച ക്ഷേത്രോപദേശ സമിതിയെയും അതിൻ്റെ അണിയറ ശില്പികളെയും ദേവസ്വം വകുപ്പിന് വേണ്ടി പ്രത്യേകമായി അഭ്യർത്ഥിക്കുകയാണ്. ഇവിടെ നടക്കേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നടന്നതായി സൂചിപ്പിക്കുകയുണ്ടായി. ഇനിയും പ്രധാനമായും ചെമ്പോല പൊതിയുന്നതുമായി ബന്ധപ്പെട്ട ഭാവി പ്രവർത്തനങ്ങൾ നടക്കേണ്ടതിൻ്റെ പ്രാധാന്യവും പറഞ്ഞു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഇക്കാര്യങ്ങളെല്ലാം ജാഗ്രതയോടെയും ശ്രദ്ധയോടെയും അതിന് കീഴിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചു വരുന്നു എന്നത് ഈ ക്ഷേത്രത്തെയും ഭാവിയിൽ അത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ സഹായിക്കാൻ അവർ മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഈ പ്രദേശത്തെ പ്രധാനമായും ഒരു നാടിൻ്റെ ജനകീയോത്സവവും അതോടൊപ്പം തന്നെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകവുമായി നടക്കുന്ന മച്ചാട് പ്രധാനമായും മാമാങ്കം അതിൻ്റെ ഉള്ളടക്കവും ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഹൈന്ദവരെന്നോ ഇസ്ലാമിയെന്നോ ക്രൈസ്തവരെന്നോ വ്യത്യാസമില്ലാതെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന പരിപാവനമായ ഒരു വീക്ഷണമുണ്ട്. ബി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ. നമ്മുടെ നാട് ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതിസമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണകൂടം എന്ന സങ്കല്പമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പ്രതിപാദിക്കുന്നത്. എന്നുവെച്ചാൽ രാജ്യത്ത് എല്ലാ അർത്ഥത്തിലുമുള്ള ആചാരാനുഷ്ഠാനങ്ങൾ നിലനിൽക്കണം. അത് ഹൈന്ദവരുടേതാവട്ടെ, ഇസ്ലാമിയുടേതാകട്ടെ, ക്രൈസ്തവരുടേതാകട്ടെ, പാഴ്സിയുടേതാകട്ടെ, ജൈനൻ്റെ ആകട്ടെ, ബൗദ്ധൻ്റെ ആവട്ടെ, അവരെല്ലാം ഇവിടെ ജനിച്ചവർ, ഇവിടെ വളർന്നവർ, ഇവിടെ തന്നെ ജീവിക്കേണ്ടവർ, അവരെല്ലാം ഇന്ത്യൻ പൗരന്മാർ. പരിപാവനമായ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന വീക്ഷണം അതാണ്. ആ പരിപാവനമായ ഇന്ത്യൻ ഭരണഘടനയുടെ വീക്ഷണമനുസരിച്ചാണ് മച്ചാട് ഭഗവതി ക്ഷേത്രത്തിലെ മാമാങ്കം ഉൾപ്പെടെ നടത്തുന്നതെന്ന് കേട്ടപ്പോൾ ഏറെ സന്തോഷം തോന്നി, ഏറെ അഭിമാനം തോന്നി. നിശ്ചയമായും ഒരു നാടിൻ്റെ സംസ്കാരവും സമ്പന്നമായ സാമൂഹ്യബോധത്തിൻ്റെയും ഉദാത്തമായ ലക്ഷണമാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഇതിൻ്റെ ആമുഖ പ്രസംഗത്തിലൂടെ വെളിപ്പെടുത്തിയ ഉള്ളടക്കം. നാളെയും ഈ പാത പിന്തുടരണമെന്നാണ് എനിക്ക് ഈ നാട്ടിലെ ബഹുമാന്യരായ ഭക്തജനങ്ങളോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട ആചാരാനുഷ്ഠാനങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല. ക്ഷേത്രങ്ങളുടെ നടവരവിൽ നിന്നും ഒരു പൈസ പോലും സർക്കാർ എടുക്കുന്നില്ല. മതേതര സംസ്കാരമുള്ള നാടാണ് മച്ചാട്. തിരുവാണിക്കാവിലെ മാമാങ്കത്തിലും ഇത് കാണാൻ കഴിയും. ഇത് നിലനിർത്തണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. മച്ചാട് തിരുവാണിക്കാവിന്റെ ചരിത്രത്തിൽ ആദ്യമായി എത്തിയ ദേവസ്വം മന്ത്രിയെ കൊമ്പുനാദത്തോടെ വരവേറ്റു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് AC കണ്ണൻ അധ്യക്ഷത വഹിച്ചു. അരീക്കര ഇല്ലം AP കൃഷ്ണകുമാർ ആമുഖ പ്രഭാഷണം നടത്തി. 3ാം ഘട്ട പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ സുദർശൻ നിർവഹിച്ചു. ദീപാലങ്കാരങ്ങളുടെ ഉദ്ഘാടനം സേവ്യർ ചിറ്റലപ്പിള്ളി MLA നിർവഹിച്ചു. നടപ്പുരയും അതുപോലെ തന്നെ ഗോപുരവും സമർപ്പിച്ചതോടുകൂടി വികസന കാര്യത്തിൽ, പ്രത്യേകിച്ച് പശ്ചാത്തല വികസന കാര്യത്തിൽ വലിയ ഒരു മുന്നേറ്റം തന്നെയാണ് ബന്ധപ്പെട്ട സമിതിക്കും ഭക്തജനങ്ങൾക്കും ചേർന്ന് നിർവഹിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അഭിമാന പുരസ്സരം അതിലെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ എന്നെ ഏൽപ്പിച്ച ചുമതല ഞാൻ നിർവഹിച്ചതായി അറിയിക്കുന്നു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണർ ഉദയകുമാർ SR, ദേവസ്വം സെക്രട്ടറി P ബിന്ദു, തെക്കുംകര പഞ്ചായത്ത് പ്രസിഡന്റ് TV സുനിൽകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CV സുനിൽകുമാർ, മച്ചാട് മാമാങ്കം പുന്നമ്പറമ്പ് ദേശം പ്രസിഡന്റ് K രാമചന്ദ്രൻ, തെക്കുംകര വിഭാഗം പ്രസിഡന്റ് രഘു പാലിശ്ശേരി, പനങ്ങാട്ടുകര കല്ലമ്പാറ ദേശം പ്രസിഡന്റ് ശിവദാസ് കോട്ടയിൽ, പാർലിക്കാട് ദേശം സെക്രട്ടറി നാരായണൻ, മണലിത്തറ ദേശം പ്രസിഡന്റ് രാജീവൻ മൂത്തമന, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി MS ജയകുമാർ എന്നിവർ പ്രസംഗിച്ചു. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 6 ആയി. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 6 ആയി. വൈകുണ്ഠ ഏകാദശി ദർശന കൂപ്പൺ വിതരണത്തിനിടെയാണ് അപകടമുണ്ടായത്. കൂപ്പൺ വിതരണ കൗണ്ടറിന് മുന്നിലേക്ക് ആളുകൾ തള്ളിക്കയറുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. വൈകുണ്ഠ ദ്വാര ദർശനത്തിന്റെ ടോക്കൺ വിതരണ കൗണ്ടറിന് മുമ്പിലാണ് തിക്കും തിരക്കുമുണ്ടായത്. മരിച്ചവരിൽ 3 പേർ സ്ത്രീകളാണ്. ഒരാൾ തമിഴ്നാട് സേലം സ്വദേശിനി മല്ലികയാണെന്ന് തിരിച്ചറിഞ്ഞു. 4 പേർ റൂയ ആശുപത്രിയിലും 2 പേർ സ്വിംസ് ആശുപത്രിയിലും വെച്ചാണ് മരിച്ചത്. നാളെയാണ് വൈകുണ്ഠ ഏകാദശി. ടോക്കൺ വിതരണം ചെയ്യേണ്ടിയിരുന്നത് ഇന്ന് രാവിലെ 5 മണിക്കാണ്.
ഇന്നലെ രാവിലെ മുതൽ ക്യൂ ഉണ്ടായി. തിരുമല മുകൾ ഭാഗത്താണ് ടോക്കൺ കൊടുക്കുന്നത്. ഇത്തവണ ആദ്യമായി താഴെ ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തുകയായിരുന്നു. അപകടത്തിൽ പ്രധാനമന്ത്രി ദുഃഖം രേഖപ്പെടുത്തി. പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടവരുടെ വേദനയിൽ പങ്കുചേരുന്നുവെന്നും പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും പ്രധാനമന്ത്രി സാമൂഹ്യ മാധ്യമങ്ങളിൽ കുറിച്ചു. ഏകദേശം 9 മണിയോടെയാണ് ദുരന്തമുണ്ടാകുന്നത്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട ഉത്സവമായതുകൊണ്ട് തന്നെ വൻ ഭക്തജന തിരക്ക് ഉണ്ടായിരുന്നു. 9 കൗണ്ടറുകളാണ് ക്ഷേത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് സജ്ജീകരിച്ചിരിക്കുന്നത്. പല ക്യൂകളിലും 5000-ലധികം പേർ ഉണ്ടായിരുന്നു. രാവിലെ മുതൽ ഇതേ തിരക്കായിരുന്നു. ടിക്കറ്റ് എടുത്ത് കൂപ്പൺ കിട്ടിയാൽ മാത്രമേ ദർശനം സാധ്യമാകൂ എന്നതിനാൽ തിരക്ക് കൂടുതലായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തിനും നേതൃനിരയിൽ സ്ഥാനമുറപ്പിക്കാനുള്ള കിടമത്സരത്തെ വിമർശിച്ച് AK ആന്റണി. മുഖ്യമന്ത്രി സ്ഥാനത്തിനും നേതൃനിരയിൽ സ്ഥാനമുറപ്പിക്കാനുള്ള കിടമത്സരത്തെ വിമർശിച്ച് AK ആന്റണി. അനാവശ്യ ചർച്ചകൾ വേണ്ടെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പല്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് മാത്രമാകണം ഇനിയുള്ള ലക്ഷ്യമെന്നും കോൺഗ്രസ് നേതാക്കളെ ആന്റണി ഓർമ്മിപ്പിച്ചു. കിടമത്സരത്തിനെതിരെ പാർട്ടിക്കുള്ളിൽ അമർഷം ഉയരുന്നതിനിടെയാണ് മുതിർന്ന നേതാവിന്റെ പരസ്യ വിമർശനം. മതസാമുദായിക നേതാക്കളെ കൂട്ടുപിടിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ പോരിനിറങ്ങിയ നേതാക്കൾക്കാണ് ആന്റണിയുടെ മുന്നറിയിപ്പും ഉപദേശവും. തദ്ദേശ തെരഞ്ഞെടുപ്പ് ജയത്തിനായുള്ള മിഷൻ 25 വരെ മാറ്റിവെച്ചാണ് നിയമസഭാ തെരഞ്ഞെടുപ്പും മുഖ്യമന്ത്രി സ്ഥാനവും മോഹിച്ചുള്ള പാർട്ടിയിലെ പോര്. കോൺഗ്രസിൽ തന്നെ ഒരു വലിയ വിഭാഗത്തിനുള്ള എതിർപ്പാണ് ആന്റണി പ്രകടമാക്കിയത്. വയനാട് DCCയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് അന്വേഷിക്കുമെന്ന് VD സതീശൻ. വയനാട് DCCയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് അന്വേഷിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കുടുംബത്തിന്റെ പരാതിയിലാണ് പാർട്ടി അന്വേഷണം നടക്കുന്നത്. സത്യസന്ധവും നീതിപൂർവവുമായ നടപടികൾ മാത്രമാണ് പാർട്ടി സ്വീകരിക്കുക എന്നും പ്രതിപക്ഷ നേതാവ്. ഒരു വിട്ടുവീഴ്ചയും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകില്ലെന്നും VD സതീശൻ ഉറപ്പു നൽകി. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ. പാർട്ടി അന്വേഷണ റിപ്പോർട്ട് പ്രകാരമായിരിക്കും തുടർ നടപടിയെന്നും VD സതീശൻ പറഞ്ഞു. KFC നിക്ഷേപ വിവാദം നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി. 50,000 കോടി കടബാധ്യതയുള്ള കമ്പനിയിൽ പണം നിക്ഷേപിച്ചതിലൂടെ സംസ്ഥാനത്തിന് 103 കോടി രൂപയുടെ നഷ്ടമുണ്ടായി. ധനകാര്യമന്ത്രിയും മുൻ ധനകാര്യമന്ത്രിയും ഇക്കാര്യത്തിൽ മറുപടി പറയണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. സാമ്പത്തിക ബാധ്യത ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം പാർട്ടിക്കാണ്. പെരിയയിലെ പ്രതികൾക്ക് സ്വീകരണം നൽകുന്നതിലൂടെ എന്ത് സന്ദേശമാണ് CPIM നൽകുന്നത് എന്നും VD സതീശൻ ചോദിച്ചു. PV അൻവറിന്റെ UDF പ്രവേശന കാര്യത്തിൽ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഉചിതമായ തീരുമാനം ഉചിതമായ സമയത്ത് ഉണ്ടാകും. തീരുമാനമെടുക്കാൻ UDFൽ ശക്തരായ നേതാക്കളുണ്ടെന്നും VD സതീശൻ വ്യക്തമാക്കി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ 4 CPIM നേതാക്കൾ പുറത്തിറങ്ങി. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായ 4 CPIM നേതാക്കൾ പുറത്തിറങ്ങി. കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഇവരുടെ ശിക്ഷ മരവിപ്പിച്ചതിന് പിന്നാലെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇവർ പുറത്തിറങ്ങിയത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും ഉദുമ മുൻ MLAയുമായ KV കുഞ്ഞിരാമൻ, CPIM ഏരിയ സെക്രട്ടറി K മണികണ്ഠൻ, രാഘവൻ വെളുത്തേരി, MK ഭാസ്കരൻ എന്നിവരാണ് പുറത്തിറങ്ങിയത്. കാസർഗോഡ് ജില്ലാ സെക്രട്ടറി MV ബാലകൃഷ്ണൻ അടക്കമുള്ള നിരവധി പ്രവർത്തകർ ഇവരെ ജയിലിന് പുറത്ത് രക്തഹാരം അണിയിച്ച് സ്വീകരിച്ചു. P ജയരാജനും MV ജയരാജനും ഒപ്പമുണ്ടായിരുന്നു. എന്നാൽ കാഞ്ഞങ്ങാട് ടൗണിൽ ഇവർക്ക് നൽകാനിരുന്ന പൊതുസ്വീകരണം CPIM ഒഴിവാക്കിയിട്ടുണ്ട്. വേർപിരിഞ്ഞ മകന്റെ ഓർമ്മയ്ക്കായി പെറ്റമ്മ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതിക്ക് ദീപസ്തംഭം സമർപ്പിച്ചു. വേർപിരിഞ്ഞ മകന്റെ ഓർമ്മയ്ക്കായി പെറ്റമ്മ മച്ചാട് തിരുവാണിക്കാവ് ഭഗവതിക്ക് ദീപസ്തംഭം സമർപ്പിച്ചു. തെക്കുംകര പട്ടളച്ചം വീട്ടിൽ തങ്കമ്മയാണ് അകാലങ്ങളിൽ വേർപിരിഞ്ഞ മകൻ സുനിൽ കുമാറിന്റെ ഓർമ്മയ്ക്കായി മച്ചാട് തിരുവാണിക്കാവിലമ്മയ്ക്ക് ഓടുകൊണ്ടുള്ള ദീപസ്തംഭം സമർപ്പിച്ചത്. 9 അടിയോളം ഉയരമുള്ള 9 തട്ടുകളോടുകൂടിയ വലിയ ദീപസ്തംഭമാണ് സമർപ്പിച്ചത്. വിളക്ക് തെളിയിക്കാൻ കയറി നിൽക്കാനായി സ്റ്റാൻഡും സമർപ്പിച്ചു. 5 ലക്ഷം രൂപയോളം വില വരുന്ന വിളക്കാണ് സമർപ്പിച്ചത്. ക്ഷേത്രം തന്ത്രി പാലക്കാട്ടിരി നാരായണ നമ്പൂതിരി, മേൽശാന്തി സുരേഷ് എംബ്രാന്തിരി എന്നിവർ നെയ്വിളക്കിൽ ആദ്യം തിരി തെളിയിച്ചു. തുടർന്ന് വിളക്ക് സമർപ്പിച്ച പട്ടളച്ചൻ വീട്ടിൽ തങ്കമ്മ തിരി തെളിയിച്ചു. മച്ചാട് തിരുവാണിക്കാവിലെ ഗോപുര നടപ്പുര ചടങ്ങിനോടനുബന്ധിച്ചാണ് ദീപസ്തംഭം സമർപ്പിച്ചത്. മച്ചാട് തിരുവാണിക്കാവ് ഭഗവതിയുടെ തികഞ്ഞ ഭക്തയാണ് തങ്കമ്മ. ഒരിടവേള. പ്രായം എത്രയായാലും ഒന്ന് നടക്കാൻ ആഗ്രഹിക്കാത്തവർ ലോകത്തെവിടെയും ഉണ്ടാവില്ല. ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഏതാണ്ട് ഒരേ രീതിയിൽ അലട്ടുന്ന പ്രശ്നമാണ് മുട്ടുതേയ്മാനം. 45 കഴിഞ്ഞവർക്ക് മുട്ടുതേയ്മാനം കണ്ടുവരുന്നുണ്ട്. മുട്ടുതേയ്മാനം സംഭവിച്ചവർ മുട്ടുമടക്കാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടേണ്ടി വരുന്ന അവസ്ഥയാകും. അത്തരം രോഗികളുടെ ജീവിതം തന്നെ മാറുന്ന വിധത്തിൽ
നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ശസ്ത്രക്രിയ പ്രചാരം നേടിക്കഴിഞ്ഞു. കൃത്രിമ മുട്ട് മാറ്റിവെക്കുന്നതിനായി സാങ്കേതിക വിദ്യ സ്വന്തം പരീക്ഷണാടിസ്ഥാനത്തിൽ കണ്ടെത്തുകയും അതിൽ വിജയം കാണുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ പ്രേംകുമാർ. വടക്കാഞ്ചേരിയിലെ മാക്സ് കെയർ ഹോസ്പിറ്റലിലാണ് ഡോക്ടർ സർവീസ്. ഇവരുടെ ഈ സേവനം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടറെ കോണ്ടാക്ട് ചെയ്യണം. അങ്ങനെ നിങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറ്റട്ടെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രേ ചിന്തിക്കാറുള്ളൂ. ഞാൻ കാരണം ഒരു മനുഷ്യന്റെ ബുദ്ധിമുട്ടുകൾ മാറ്റാൻ പറ്റിയാൽ, എല്ലാ ബുദ്ധിമുട്ടും അവരുടെ മാറ്റാൻ നമുക്ക് പറ്റില്ല, ഒരു ബുദ്ധിമുട്ടെങ്കിലും മാറ്റാതെ രണ്ടെണ്ണം മാറ്റല്ലേ? രണ്ട് ബുദ്ധിമുട്ട് മാറ്റാം കേട്ടാ. കാലിന്റെ മുട്ടിന്റെ ബുദ്ധിമുട്ട് അത് നമ്മൾ മാറ്റി തരും. ചുരുക്കി പറഞ്ഞാൽ ഈ വടക്കാഞ്ചേരിക്കാരൻ ഡോക്ടർ പ്രേംകുമാറിന് മുന്നിൽ മുട്ടുമടക്കാത്തവർ ആരും ഉണ്ടാകില്ല. വാർത്തകൾ തുടരുന്നു. സോഷ്യൽ മീഡിയയിൽ അശ്ലീല കമന്റിട്ട ആൾക്കെതിരെ പരാതി നൽകി പി ദിവ്യ. സോഷ്യൽ മീഡിയയിൽ അശ്ലീല കമന്റിട്ടയാൾക്കെതിരെ പരാതി നൽകി മുൻ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി ദിവ്യ. ഹണിറോസിന് കിട്ടിയ നീതി എല്ലാ സ്ത്രീകൾക്കും കിട്ടട്ടെ എന്ന് കുറിച്ചുകൊണ്ട് കമന്റിട്ടയാളുടെ വിവരങ്ങളും സ്ക്രീൻഷോട്ടുകളും ദിവ്യ പങ്കുവച്ചിട്ടുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപങ്ങൾ, അപമാനങ്ങൾ വർദ്ധിക്കുകയാണ്. സർവ്വമേഖലയിലും സ്ത്രീകളുടെ കടന്നുവരവ് അവളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനമാണ്. അതിൽ അസ്വസ്ഥമാവുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. ചിലർക്ക് എന്ത് അശ്ലീലവും വിളിച്ചു പറയാനൊരിടം. അത്തരം ആളുകളുടെ മുഖം പലപ്പോഴും അദൃശ്യമാണ്. അമ്മയോടും പെങ്ങളോടും ഭാര്യയോടുമുള്ള സമീപനം എന്താണോ അത് തന്നെയാണ് ഇത്തരക്കാർ സമൂഹ മാധ്യമങ്ങളിൽ ചെയ്യുന്നതെന്നും ദിവ്യ ഫേസ്ബുക്കിൽ കുറിച്ചു. KFSCയിലെ പാർട്ടി ബന്ധുക്കളുടെ കമ്മീഷൻ ഇടപാടാണ് ACIFൽ പിന്നിലെന്ന് VD സതീശൻ. KFCയിലെ പാർട്ടി ബന്ധുക്കളുടെ കമ്മീഷൻ ഇടപാടാണ് RCFL നിക്ഷേപത്തിന് പിന്നിലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. അന്നത്തെ ധനമന്ത്രി തോമസ് ഐസക്കിന്റെ അറിവോടെയാണ് ഇത് നടന്നത്. കരുതൽ ധനം സൂക്ഷിക്കണമെന്ന വ്യവസ്ഥ ലംഘിച്ചാണ് നിക്ഷേപം നടത്തിയത്. സെബിയുടെ ഗ്യാരണ്ടി ഇല്ലെന്ന് നിക്ഷേപം സ്വീകരിച്ച കമ്പനിയുടെ പ്രോസ്പെക്ടക്സിൽ തന്നെ പറയുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഫെഡറൽ ബാങ്കിൽ സൂക്ഷിച്ചിരുന്ന കരുതൽ ധനമാണ് അനിൽ അംബാനിയുടെ മുങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ KFC നിക്ഷേപിച്ചതെന്ന് VD സതീശൻ. വെറും 0.21% പലിശ വ്യത്യാസത്തിലാണ് നിക്ഷേപം നടത്തിയത്. കാലാവധി തീരുന്നതിന് മുൻപ് ഫെഡറൽ ബാങ്ക് നിക്ഷേപം പിൻവലിച്ചതുകൊണ്ട് 20 ലക്ഷം അവിടെയും നഷ്ടമായി. ഇതിനൊക്കെ ഇപ്പോഴത്തെ മുൻ ധനമന്ത്രിയും മറുപടി പറയണം. സർക്കാർ സ്ഥാപനം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നടപടിയാണിത്. സർക്കാരിന് 102 കോടി രൂപയാണ് നഷ്ടമായത്. ഇതേപ്പറ്റി സർക്കാർ അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാഷ്ട്രീയമായി പ്രതിഷേധിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. പോരാട്ടം അവസാനിപ്പിക്കാനില്ലെന്ന് വ്യക്തമാക്കി നടി ഹണി റോസ്. ലൈംഗികാധിക്ഷേപ കേസിൽ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റിൽ പോരാട്ടം അവസാനിപ്പിക്കാനില്ലെന്ന് വ്യക്തമാക്കി നടി ഹണി റോസ്. തന്നെ സമൂഹ മാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ച യൂട്യൂബർമാർക്കെതിരെയാണ് അടുത്ത നീക്കം. വീഡിയോകൾക്ക് തന്റെ ചിത്രം വെച്ച് ദ്വയാർത്ഥ പ്രയോഗത്തോടെ മോശം തമ്പനെയിലിട്ട 20 യൂട്യൂബ് ചാനലുകളുടെ വിവരങ്ങൾ പോലീസിന് കൈമാറും. അതേസമയം നടി നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ഇന്ന് അന്വേഷണ സംഘത്തിന് ലഭിക്കും. ഇത് പരിശോധിച്ച് കൂടുതൽ വകുപ്പുകൾ ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്താനുള്ള സാധ്യത പോലീസ് തേടുന്നുണ്ട്. കലോത്സവത്തിന്റെ വിജയം കൂട്ടായ്മയുടെ വിജയമാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. കലോത്സവത്തിന്റെ വിജയം കൂട്ടായ്മയുടെ വിജയമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. എല്ലാവരും ഒരേ മനസ്സോടെ പ്രവർത്തിച്ചു. പരാതിരഹിത കലോത്സവമായി ഈ കലോത്സവം മാറിയെന്നും മന്ത്രി പറഞ്ഞു. 19 കമ്മിറ്റികളും വളരെ നന്നായി പ്രവർത്തിച്ചു. ഭക്ഷണ കമ്മിറ്റി പ്രശംസ പിടിച്ചുപറ്റിയെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സമാപന സമ്മേളനം കൃത്യം 5 മണിക്ക് തന്നെ ആരംഭിച്ചു. മാധ്യമങ്ങൾ നൽകിയ പിന്തുണയെ അഭിനന്ദിക്കുന്നു. അടുത്ത വർഷം ഗിന്നസ് ബുക്കിൽ രേഖപ്പെടുത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അതിന്റെ നടപടിക്രമങ്ങൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരംഭിച്ചു. ലോകത്ത് തന്നെ ഇത്തരത്തിൽ ഒരു കൗമാരമേള ഇല്ല എന്നും മന്ത്രി പറഞ്ഞു. അച്ചടക്കം പാലിക്കാനാകുന്നത് എന്നത് തന്നെ വലിയ നേട്ടമാണ്. 30,000 പേരാണ് സമാപന സമ്മേളനത്തിൽ ഉണ്ടായിരുന്നത്. ഒരു പ്രതിഷേധം പോലും അവിടെ ഉണ്ടായില്ല. കലോത്സവ മാനുവലിൽ ചില മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ആലോചിക്കുന്നു. സ്കൂൾ തല മത്സരത്തിൽ കൂടുതൽ മാറ്റങ്ങൾ വരുത്തും. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്കും കലാമത്സരത്തിൽ പങ്കെടുക്കാനാകണമെന്നും മന്ത്രി പറഞ്ഞു.
വലിയ ചിലവ് വരുന്ന മത്സര ഇനങ്ങളിലും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കാനാകണമെന്നും അതിനുള്ള സഹായം ഉറപ്പിക്കുന്ന കാര്യം പരിശോധിക്കും. തദ്ദേശീയ കലകൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചു. വിദേശികളടക്കം പാരമ്പര്യ കലകൾ കാണാനെത്തി. നാടകത്തിന് വലിയ ആസ്വാദകരാണ് ഉണ്ടായത്. നാടകത്തിൽ ഒരുപാട് ആശയങ്ങൾ ഉയർന്നു വന്നു. വർത്തമാന രാഷ്ട്രീയ സംഭവങ്ങൾ കുട്ടികൾ ഭംഗിയായി അവതരിപ്പിച്ചു. അടുത്ത സ്കൂൾ കലോത്സവം ഗ്രാമ അന്തരീക്ഷമുള്ള ഒരു ജില്ലയിൽ വെച്ച് നടത്തണമെന്ന് നിർദ്ദേശങ്ങൾ വരുന്നുണ്ട് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരസഭയിലെ 100 പദ്ധതികളുടെ ടെൻഡറുകൾക്ക് അംഗീകാരം. വടക്കാഞ്ചേരി നഗരസഭയുടെ 2024-25 സാമ്പത്തിക വർഷത്തെ 100 പദ്ധതികളുടെ ടെൻഡറുകൾക്ക് അംഗീകാരം നൽകി. നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ ചേർന്ന അടിയന്തര കൗൺസിൽ യോഗത്തിലാണ് തീരുമാനം. മറ്റു പദ്ധതികൾക്ക് സാങ്കേതികാനുമതി ലഭിക്കുന്ന മുറയ്ക്ക് അംഗീകാരം നൽകും. നഗരസഭയിലെ വിവിധ പദ്ധതികൾ വേഗത്തിൽ പൂർത്തീകരിക്കുന്നതിനായി കരാറുകാരുടെ പ്രത്യേക യോഗം അടിയന്തരമായി ചേരാനും യോഗത്തിൽ തീരുമാനമായി. നഗരസഭാ കൗൺസിൽ ഹാളിൽ നടന്ന യോഗത്തിൽ വൈസ് ചെയർപേഴ്സൺ ഷീല മോഹൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ അനൂപ് കിഷോർ, AM ജമീല ബി, PR അരവിന്ദാക്ഷൻ, സ്വപ്ന ശശി, CV മുഹമ്മദ് ബഷീർ, നഗരസഭാ സെക്രട്ടറി KK മനോജ്, കൗൺസിലർമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം കൊലപാതകമാണെന്ന് MV ഗോവിന്ദൻ. DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണം കൊലപാതകമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. നിരപരാധികളായവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടത് കോൺഗ്രസ് നേതൃത്വമാണെന്നും അദ്ദേഹം വിമർശിച്ചു. സാമ്പത്തികമായുള്ള വഴികൾ അടഞ്ഞപ്പോഴാണ് ആത്മഹത്യ. ആരോപണ വിധേയനായ IC ബാലകൃഷ്ണൻ എത്രയും പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കണമെന്നും MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. മരിച്ചവരുടെ കുടുംബത്തെ പോലും അപമാനിച്ചവരാണ് K സുധാകരനും VD സതീശനും. മരിച്ചവരുടെ ഫോൺ കോളുകൾ പരിശോധിച്ചാൽ കൊലപാതകമാണെന്ന് മനസ്സിലാകും. സംഭവത്തിൽ സർക്കാർ ശക്തമായി ഇടപെടും. എത്രയും പെട്ടെന്ന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. പെരിയ ഇരട്ട കൊലപാതകത്തിൽ CPIM നിലപാട് ശരിയാണെന്ന് തെളിഞ്ഞെന്നും അദ്ദേഹം പ്രതികരിച്ചു. കൊലപാതകത്തിൽ പാർട്ടിക്ക് പങ്കില്ല. പോലീസ് കൃത്യമായി അന്വേഷണം നടത്തി. എന്നാൽ CBI രാഷ്ട്രീയമായാണ് കേസ് അന്വേഷിച്ചത്. CBI രാഷ്ട്രീയമായാണ് കേസ് അന്വേഷിച്ചത്. CPIM നേതാക്കളെ കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിച്ചത് പാർട്ടിയെ കൊടുക്കാനുള്ള തന്ത്രമാണെന്നും MV ഗോവിന്ദൻ തുറന്നടിച്ചു. പാർട്ടി ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെ പ്രതി ചേർത്തത് ആസൂത്രിതമാണെന്നും MV ഗോവിന്ദൻ ആരോപിച്ചു. ചില പ്രാദേശിക തർക്കങ്ങൾ നിലനിന്നിരുന്നു. എന്നാൽ കൊലപാതകത്തിലേക്കോ ഗൂഢാലോചനയിലേക്കോ പാർട്ടിക്ക് പങ്കില്ല. ഹൈക്കോടതി ഗൂഢാലോചനയില്ലെന്ന് പറഞ്ഞു. CPM നിലപാട് ശരിയാണെന്ന് കോടതി അംഗീകരിക്കുകയായിരുന്നു എന്നും CPIM സംസ്ഥാന സെക്രട്ടറി. അതേസമയം പെരിയ ഇരട്ടക്കൊലക്കേസിൽ ജയിൽ മോചിതരായ CPIM നേതാക്കളെ മാലയിട്ട് സ്വീകരിച്ചതിൽ അദ്ദേഹം വിശദീകരണവും നൽകി. പ്രതികളായവരെ മാലയിട്ട് സ്വീകരിക്കുന്നത് തെറ്റാണ്. പക്ഷേ കോടതി കുറ്റക്കാരല്ലെന്ന് പറഞ്ഞ പ്രവർത്തകരെ മാലയിട്ട് സ്വീകരിക്കുന്നത് സമൂഹത്തിന് ശരിയായ സന്ദേശമാണ് നൽകുന്നതെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. റോഡ് കെട്ടിയേച്ച് CPM സമ്മേളനം, നേതാക്കൾ ഹാജരാകണമെന്ന് ഹൈക്കോടതി. ബോബി ചെമ്മണ്ണൂർ റിമാൻഡിൽ. വന്യജീവി ആക്രമണങ്ങളിൽ പ്രതികരണവുമായി വനം മന്ത്രി AK ശശീന്ദ്രൻ. ക്ഷേത്രാചാരങ്ങൾക്ക് സർക്കാർ എതിരല്ലെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 6 ആയി. മുഖ്യമന്ത്രി സ്ഥാനത്തിനും നേതൃനിരയിൽ സ്ഥാനമുറപ്പിക്കാനുള്ള കിടമത്സരത്തെ വിമർശിച്ച് AK ആന്റണി. വയനാട് DCCയിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ടോ എന്ന് കോൺഗ്രസ് അന്വേഷിക്കുമെന്ന് VD സതീശൻ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി, നമസ്കാരം.